ഫാമിലി ആയിട്ട് ഞങ്ങൾ ഇത്രയും പേര് ഫാമിലി ആയിട്ട് ഊട്ടിയിൽ നിന്ന് വരികയായിരുന്നു ഇന്നലെ. അപ്പോൾ ചേരമ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ ഓൾറെഡി പോലീസുകാർ റോഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ വണ്ടികളൊക്കെ ഫ്രണ്ടിൽ സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടി ഒരു നിർത്താൻ പറഞ്ഞ് വണ്ടി സൈഡാക്കി ഞങ്ങൾ വണ്ടി നിർത്തി കഴിഞ്ഞ് നമ്മളോട് പ്രൂഫും കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ വണ്ടിയിൽ പ്രൂഫും കാര്യങ്ങളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഓൾറെഡി നമ്മൾ 2 ദിവസമായി ഊട്ടിയിൽ പോയിട്ട്. അപ്പോൾ തിരിച്ച് വരാൻ നേരത്ത് നമ്മുടെ അടുത്ത് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ലൈസൻസ് മീൻസ് നമ്മുടെ ഫോണിലായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ ഫോൺ ഓൾറെഡി ഓഫായി പോയായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോൺ ഓഫായി പോയി. അപ്പോൾ സാറോട് പറഞ്ഞു, സാറേ ഫോൺ ഓഫായി പോയി, പക്ഷേ ഞങ്ങൾ ഇപ്പോൾ തന്നെ ഫോൺ ഓൺ ആക്കിയിട്ട് എടുത്തു തരാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു അതൊന്നും പറ്റില്ല, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ പൈസ അടച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത് പ്രൂഫും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു, ഓക്കെ ആയിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ എന്ത് ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് ഫോണും കാര്യങ്ങളൊക്കെ ഓൺ ആക്കി നമ്മൾ പ്രൂഫ് കൊടുത്തപ്പോഴത്തേക്കും പറഞ്ഞു അതൊന്നും പറ്റില്ല, നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വാന്ന് പറഞ്ഞ് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് അകത്ത് ഏറ്റിക്കൊണ്ടുപോയി. ഞങ്ങളുടെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഞങ്ങൾ അകത്ത് ഏറ്റിക്കൊണ്ടുപോയി. പിന്നെ അവിടുന്ന് നമ്മുടെ ബ്രദറായിരുന്നു, പുള്ളി മിലിറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മിലിറ്ററിക്കാരനാണെന്ന് ചോദിച്ചിട്ട് പിന്നെ പുള്ളീനെ എന്താ പറയുക, പിന്നെ ഉന്തലും തള്ളലുമായി അവിടെ പിടിച്ച് ഞങ്ങളെ അവിടെ ഫുള്ള് മർദ്ദിച്ച് അവിടെ ഇട്ട് ഞങ്ങളെ മറ്റേ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിട്ട് അടിച്ചു. അവർ വിഷ്വലും കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ അടുത്ത് അതിന്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പുള്ളീന്റെ ഇവിടെ ഫുള്ള് സൈഡിലൊക്കെ ഇങ്ങനെ ഫുള്ള് ഇതാക്കി മർദ്ദിച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ മൊത്തം. എന്നിട്ട് പിന്നെ അപ്പോഴത്തേക്ക് ഫാമിലിയൊക്കെ എല്ലാവരും അകത്തേക്ക് കയറി വന്നു. പിന്നെ നോക്കാൻ നേരത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് അവര് ഫുള്ളായിട്ട് എന്താ പറയാ, നമ്മളിടുന്ന് കേസൊന്നും ഇല്ലാന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തി. അതുപോലെ തന്നെ ലേഡീസ് ഉണ്ടായിരുന്നു, വനിതാ കോൺസ്റ്റബിൾ പോലും അതിന്റെ അകത്തുണ്ടായിരുന്നില്ല, പോലീസ് സ്റ്റേഷന്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനെ ലേഡീസ് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് വന്ന് ഫോൺ എടുത്ത് ഇവരെ ഫോണിൽ പിടിക്കാൻ, ഇവരെ കയ്യിൽ പിടിക്കാനൊക്കെ പോയായിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറഞ്ഞിട്ടാണ് പോലീസ് നിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി? അല്ല, ഇവര് ഞങ്ങളോട് ചോദിച്ചായിരുന്നു നിങ്ങൾ 500 രൂപ അടക്കാൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മളെടുത്ത് ഇവര് പറഞ്ഞു, നമ്മൾ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞു ഫൈനാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ സാർ എങ്ങനെ ഫൈൻ എന്ന് ചോദിച്ചപ്പോൾ ഇവരൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടാമത് ഇവർ പറയുന്നത് വെച്ചാൽ 500 രൂപ തരാനാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് പ്രൂഫ് ഉണ്ട്, എല്ലാം ഉണ്ട്, നമ്മുടെ അടുത്ത് എല്ലാം ഓക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ പ്രൂഫും കാര്യങ്ങളും. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഈ പരിപാടിയിൽ കയറി കഴിഞ്ഞാൽ അത് നമ്മുടെ ഫോൺ ഓഫായി പോയായിരുന്നു, വേറെ ഓപ്ഷൻ എന്ന് പറഞ്ഞില്ലായിരുന്നു. അതിന് പിന്നെ ഫോൺ ഓണാക്കി കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും പുള്ളി എന്താ പറയാ, പിന്നെയും പുള്ളി മേത്തേക്ക് എന്ന് വെച്ചാൽ 3 പേര് നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു പോലീസുകാർ. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് വരെ ഇവരെന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തുള്ള കടക്കാർ എല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കാറുണ്ട്. കുറെ പേര് ഓടിക്കൂടി, എന്നിട്ട് കടക്കാരൊക്കെ ഇവർ പുറത്തേക്ക് ഓടിച്ചു വിട്ടു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞങ്ങളെ അകത്ത് കയറ്റിയിട്ട് ഞങ്ങൾ അടിച്ചു ഫാമിലി വന്നപ്പോൾ ഈ ഫാമിലിനോടും പറഞ്ഞു ഇവര് ഇവിടെ നിൽക്കേണ്ട പുറത്ത്. അപ്പം നോക്കാൻ നേരത്ത് പെണ്ണുങ്ങളൊക്കെ ഒരു മീൻസ് ഫോൺ വീഡിയോ എടുക്കാൻ നേരത്തെ അവരെ കയ്യിൽ കയറിപ്പോയി പിടിക്കുന്നു. എന്റെ ഫോൺ ഇതാ പൊട്ടിച്ചു, ഫോണിന്റെ ഡിസ്പ്ലേയും കാര്യങ്ങളെല്ലാം പൊട്ടിപ്പോയി. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്ര ക്രൂരമായിട്ടാണ് അവർ മതിച്ചത്. ഇത്രയൊരു നമ്മൾ ഫാമിലി ആയിട്ട് പോയിട്ട് നമുക്ക് ഇത്ര ഒരു അനുഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു തമിഴ്നാട് പോലീസ് എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരും പ്രൊട്ടക്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ വരാൻ നേരത്ത് ചേരമ്പാടി നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ നിയർ ബൈ ആയിട്ട് വരുന്ന പോലീസ് സ്റ്റേഷനാണ്. നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് ഏകദേശം 15 കിലോമീറ്ററോളം ഉള്ളൂ. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഉണ്ടാവുക എന്ന് പറയുന്ന നേരത്ത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല.